ഞാനൊരു 8ാം ക്ലാസ്സോട് ഡയറ്റ് പിടിക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ പിടിക്കും പൊട്ടും. അപ്പൊ എന്തിനു പിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജനറലി ഒരു ഫാറ്റ് കിഡ് ഇമേജ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ അങ്ങ് പിടിച്ചു, അത്രേ ഉള്ളൂ. അന്ന് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്ത് കഴിക്കാൻ പാടില്ല, എങ്ങനെയൊക്കെ കഴിക്കാം ഒന്നും അറിയില്ല. നമുക്ക് എന്തൊക്കെ ഭംഗിയായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാം, ഫാറ്റ് ലോസ് ചെയ്യാം എന്നൊക്കെ ഞാൻ റീസെന്റ് ആണ് അറിയുന്നത്. ഇത് അറിഞ്ഞിട്ട് പോലും എനിക്കൊരു ഹെൽത്ത് ഈറ്റിംഗിലേക്ക് വരാനോ ഡയറ്റ് പിടിക്കാനോ ഒന്നും പറ്റുന്നില്ല. സോ ഐ വാസ് തിങ്കിങ് വൈ, എന്തുകൊണ്ടാണ് അത് പറ്റാത്തത്? ഇപ്പൊ ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ഡയറ്റ് പിടിക്കുന്നു എന്ന് പറഞ്ഞ് അത്യാവശ്യം എന്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാട്ടോ ഞാൻ ഡയറ്റ് പിടിക്കുമെന്ന്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ പോലും എല്ലാവരുടെയും ഒരു ആറ്റിറ്റ്യൂഡാ 2 ദിവസത്തേക്കല്ലേ എന്നൊരു സാധനമാണ് വരുന്നത്. ഇൻ എ വെരി ഫൺ ആൻഡ് റെസ്പെക്ട്ഫുൾ വേ ആട്ടോ അവർ പറയുന്നത്. എനിക്ക് മനസ്സിലായത് കമ്മിങ് ഫോർവേഡ് ടു ദിസ് ഡേ എന്റെ മൈൻഡിൽ ഡീപ് ഡൗൺ എവിടെയോ ഉണ്ട്, ഡയറ്റ് പിടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പിടിക്കാൻ പറ്റത്തില്ല എന്നൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് പ്രോബ്ലം. പക്ഷേ ഓരോ തവണ ഡയറ്റ് പിടിച്ച് പൊട്ടുമ്പോഴും ഞാൻ വീണ്ടും ചെയ്യുമായിരുന്നു. ഞാൻ വീണ്ടും പിടിക്കുമായിരുന്നു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ഫോർ ട്രൈയിങ്. നമ്മൾ ഡയറ്റ് പിടിക്കാത്തത് എല്ലാവരും കാണും, ഡയറ്റ് പൊട്ടുന്നത് എല്ലാവരും കാണും. പക്ഷെ നമ്മൾ ഒരു ദിവസം ഡയറ്റ് പിടിച്ച് അല്ലെങ്കിൽ ആ ഹെൽത്തി ഈറ്റിംഗ് ഒന്ന് ചെയ്ത് സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ആരും കാണില്ല. അത് ആരും കണ്ടില്ലെങ്കിലും ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ ബിഗ് വിൻ. അതുകൊണ്ട് തന്നെ ഫിറ്റ്നസിനെ ഞാൻ കാണുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൂസിങ് ഫാറ്റ് അല്ലെങ്കിൽ സ്കെയിലിൽ വെയിറ്റ് കുറയുന്നതോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ചേഞ്ചിങ് ദ സ്റ്റോറി യു ഹാവ് ബീൻ ടെല്ലിങ് യുവർ സെൽഫ് ഫോർ ഇയേഴ്സ്. നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ വേണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ റീറൈറ്റ് ചെയ്യുന്നതാണ് ഒരു ട്രൂ ഫിറ്റ്നസ് ജേർണി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചെയ്തുകൊണ്ടേയിരിക്കും, ഡയറ്റ് പൊട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഒരു ദിവസം മൈൻഡ് സെറ്റ് മാറും. വി വിൽ ഗെറ്റ് യൂസ് ടു ഇറ്റ്. ഓൾവേസ് നോ ദാറ്റ് അൺലെസ് ആൻഡ് അൺടിൽ നമ്മുടെ ഷൂല് നിൽക്കാതെ ഒരാൾക്കും ഇതിനെപ്പറ്റി മനസ്സിലാവില്ല. എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾക്ക് ഒരു കാലത്തും മനസ്സിലാവില്ല. ടു ഓൾ ഓഫ് യു സ്ട്രഗ്ലിംഗ് ഔട്ട് ദെയർ ടു ചേഞ്ച് ദെയർ ഹാബിറ്റ് അല്ലെങ്കിൽ ഡയറ്റ് പിടിക്കാനൊക്കെ, നോ ദിസ്, ജസ്റ്റ് കീപ് ട്രൈയിങ്. ഐ ആം വിത്ത് യു ഇൻ ദിസ്. അത്രേ ഉള്ളൂ. ഐ വിൽ സീ യു. ബൈ.